ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും ദൈവമക്കൾക്കും സ്വാഗതം. എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുവാകുന്ന ഞാൻ ഈ ഷോണിയിൽ ക്ലേശിപ്പാൻ കാര്യമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ ഏതും കാര്യമില്ല എന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ള ഏതു കുന്നും എനിക്ക് കയറാൻ കഴിയും. കാരണം രക്ഷകൻ എൻ്റെ കാലുകൾക്ക് ശക്തിയായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ എബ്രായർക്കെഴുതിയ ലേഖനം 17-18 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവൻ ആകുന്നു. പരീക്ഷിക്കപ്പെടുന്നവനെ, ആവശ്യക്കാരനെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവൻ ആകുന്നു. നിങ്ങൾ സേവിക്കുന്നത്, വിശ്വസിക്കുന്നത് കഴിവുകെട്ട ഒരു ദൈവത്തെയല്ല, കഴിവുള്ള സർവശക്തനാകുന്ന ഒരു കർത്താവിനെയാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എപ്പോഴും ഈ വലത് കരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ്. കാരണം ബൈബിൾ പറയുന്നു, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരാളാണെങ്കിൽ ബൈബിൾ, വിശുദ്ധ തിരുവെഴുത്ത്, വചനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ദൈവം, യേശു കർത്താവ് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാകുന്നു. അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, ഇത്ര വലിയവനായൊരു ദൈവം എനിക്കുള്ളപ്പോൾ, ഇത്ര സർവശക്തനായ ഒരു കർത്താവ് എനിക്കുള്ളപ്പോൾ, സാധുവാകുന്ന ഞാൻ ഈ ഭൂമിയിൽ ഒന്നും കണ്ട് തകരുന്നവനല്ല. നിങ്ങളോട് കർത്താവ് പറയുന്നു, ഒന്നും കണ്ട് പതറല്ല, ഒന്നും കണ്ട് മനസ്സ് തളരല്ല, ഒന്നിൻ്റെ മുമ്പിലും ക്ഷീണിച്ചു പോകല്ല, മടുത്തു പോകല്ല. കർത്താവ് നിങ്ങളെ അറിയിക്കുന്നു, നിന്റെ ദൈവം സർവശക്തനാണ്. വൈഷമ്യമുള്ള ഏത് കുന്നും കയറാൻ,
എനിക്ക് കയറാൻ പറ്റുകയില്ല കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ബലം ക്ഷയിക്കുകയാണ്, എൻ്റെ ശക്തി ക്ഷയിക്കുകയാണ്, ഐ കാൺ ഡു ഇറ്റ് ദാറ്റ് ലോർഡ്, എനിക്കിത് പറ്റുന്നില്ല കർത്താവേ, ഐ കാൺ ഹാൻഡിൽ ഇറ്റ് എന്ന് നിങ്ങൾ പറയുന്നതിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നേരിടാൻ പോവുക. കാരണം ബൈബിൾ പറയുന്നത്, നിങ്ങൾക്കധികം പ്രയാസമുള്ളതിനെ, ഭാരമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് നിങ്ങൾക്ക് തീർത്തു തരും എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഈ പാട്ടിൻ്റെ വരികൾ ഈ ദൈവമനുഷ്യനോട് ചേർന്ന് പാടാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി ശോണി തന്നിൽ ക്ലേശിക്കില്ല. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുജ്ഞാനി